സിമ്പിളായിട്ടൊരു മന്തി ഉണ്ടാക്കിയാലോ. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ചെറിയ ജീരകം നന്നായിട്ടൊന്ന് ചതച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒരു നാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 മാഗി ക്യൂബ് പൊടിച്ച് ചേർത്ത് കൊടുത്തു. മന്തി മസാല ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് ഓപ്ഷനിലാണ്. പിന്നെ 1 കപ്പ് മസ്റ്റായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിലേക്ക് ഒരു തക്കാളി നന്നായിട്ട് അരച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക. ഒരു വലിയ ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഈ ടൈമിൽ തന്നെയാണ് ഞാനിവിടെ ശരിക്കും ചേർക്കേണ്ടത് മല്ലിയും പുതിനയുടെ ഇലയും കൂടി 1 കൈപ്പിടി അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് വേണം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാനായിട്ട്. എന്നതിൻ്റെ ശേഷമാണ് നമ്മളിത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. എന്നിട്ട് കുക്ക് ചെയ്ത് ഇപ്പോഴാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് പച്ചമുളക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് ഓയിൽ, ആ ഗ്രേവി ഒരു 2-3 കയ്യിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള അരി ഒരു 1/2 മണിക്കൂർ നന്നായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് 90% കുക്കായതിൻ്റെ ശേഷം നമുക്ക് ദമ്മിടാം. ഇപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ കൂടെ ഞാനിവിടെ തക്കാളിയുടെ ചട്നി ഉണ്ടാക്കിയിരുന്നു. ചിക്കനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ചിക്കന്. അത് കാരണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.